ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, എൻജിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റും അതിൻ്റെ പാർക്ക് ബൾബും ആ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. മൈലേജ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് മൈലേജിൻ്റെ കേസ് മാത്രം തൽക്കാലം നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ ഓൾറെഡി വണ്ടി ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അതല്ലെങ്കിൽ നമുക്ക് ബുക്കിങ്ങിൽ വണ്ടികൾ കയറണതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടൈം സോൺ നോക്കിയിട്ടാണ് നമുക്ക് കയറ്റാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരാം. അതിന് ശേഷം നമുക്ക് മൈലേജ് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് തരാം. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം ഇതേപോലെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റിയതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ലൈനർ മാക്സിമം നമ്മുടെ ഉപയോഗം കഴിഞ്ഞേക്കണതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്തിടണം. ബ്രേക്ക് കിട്ടാത്തതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് 3 ബ്രേക്ക് കേബിൾ തന്നെ ബാക്ക് വീലിലേക്ക് ഒരെണ്ണം ഫ്രണ്ട് വീലിലേക്ക് 2 കേബിളാണ് പോവുക. ഈ കേബിളുകളെല്ലാം തന്നെ ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ്. അതായത് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ഇന്നർ വന്നിരിക്കുക. ഇതുണ്ടോ, ഇവിടുന്ന് ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല, അതിനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. ആ രീതിയിലേക്ക് ഔട്ടർ വലിച്ച് വന്നേക്കണം. അങ്ങനെ വരുമ്പോൾ പറ്റുന്നത് എന്താ വെച്ചാൽ ബ്രേക്ക് നമ്മൾ ലിവറുമ്മ പെഡൽ കാണിക്കും, ലിവറേജ് കാണിക്കും, പക്ഷേ വണ്ടി നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ ചേഞ്ച് ചെയ്യണം. അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ പോയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അതിൻ്റെ ക്രൗൺ സെറ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ ഈ കേബിള് ഫുള്ളായിട്ട് തിരിയാത്ത രീതിയിലേക്ക് സ്റ്റക്കായി പോയി. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ആ ഭാഗം ചെറുതായിട്ട് സ്ലിപ്പായി പോയ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേബിൾ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ക്രൗണ് പിനിയൻ സെറ്റ് നമുക്ക് മാറണം. ഫ്രണ്ടിന് ബ്രേക്കിൻ്റെ ലൈനർ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെയുള്ള നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബാണ്. ഹെഡ്ലൈറ്റ് ബൾബിൽ ഒരു പോയിന്റ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പൊസിഷൻ ലൈറ്റ്, പാർക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു നിലവിൽ വർക്കിംഗ് അല്ല. അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. 3 ബ്രേക്ക് കേബിൾ മാറണം, സ്പീഡോമീറ്റർ കേബിൾ മാറണം, ക്രൗണ് പിനിയൻ സെറ്റ് മാറണം, ഹെഡ്ലൈറ്റ് പാർക്ക് ബൾബ് മാറണം, ബാക്കിലെ ബ്രേക്ക് ലൈനർ മാറണം, എഞ്ചിൻ ഓയിൽ മാറണം. ഇത്രയും കേസാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും നമ്മൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.